ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി ഹാർട്ട് കില്ലേഴ്സ് എന്ന സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് സ്റ്റൈലും ഫഡയിലും ഒരുമിച്ച് കിടന്നുറങ്ങുന്നതാണ്. ആദ്യം ഉറക്കം എഴുന്നേൽക്കുന്നത് ഫഡയിലാണ്. ഫഡയിൽ സ്റ്റൈലിനെ എഴുന്നേൽപ്പിക്കാൻ നോക്കുന്ന സമയത്ത് സ്റ്റൈൽ അതെൻ്റെ അച്ഛനാണെന്ന് കരുതിയിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഉറങ്ങട്ടെ എന്ന് പറയാണ്. ഫഡയിൽ അപ്പോൾ സ്റ്റൈലിനെ വീണ്ടും എഴുന്നേൽപ്പിച്ചിട്ട് നീ ആരെ അച്ഛനെന്ന് വിളിച്ചത്? ഇന്നലെ ഞാൻ നിൻ്റെ അടുത്ത് അലാറം വെച്ചിട്ട് കിടക്കാൻ പറഞ്ഞതല്ലേ എന്ന് പറയുന്നുണ്ട്. സ്റ്റൈൽ അതിന് മറുപടിയായി, ഇന്നലെ ഇൻറ്റിമേറ്റ് ആയ ടൈമിൽ പതുക്കെ ചെയ്യാൻ നിന്നോട് ഞാനും പറഞ്ഞതല്ലേ, പക്ഷേ നീ കേട്ടില്ലല്ലോ, എനിക്കിപ്പോൾ ഫുൾ ബോഡി പെയിനാണ്, ഞാൻ എങ്ങനെ ജോലിക്ക് പോകുമെന്നും പറയുന്നുണ്ട്. ഇത് കേട്ട് ഫഡയിൽ സോറി എന്ന് പറയാണ്. എന്നിട്ട് സ്റ്റൈലിനോട് ഡെയിലി ഇങ്ങനെ ചെയ്യുന്നത് നല്ലൊരു എക്സസൈസ് ആണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ചെറുതായിട്ട് ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഫഡയിൽ തിരിച്ച് പോകാനായിട്ട് ഇറങ്ങുന്നതാണ്. എന്നാൽ ആ സമയം സ്റ്റൈലിൻ്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ഫഡയിലിനെ കാണുവാണ്. ഫഡയിലിനോട് നീ ആരാ, നീ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഫഡയിൽ താൻ സ്റ്റൈലിൻ്റെ ഫ്രണ്ടാണെന്ന് പറയാണ്. എന്നാൽ സ്റ്റൈലിൻ്റെ അച്ഛൻ ഫഡയിൽ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് തീരെ വിശ്വസിച്ചില്ല. എന്നിട്ട് നമ്മുടെ ഫഡയിലിൻ്റെ അടുത്ത് നീയും സ്റ്റൈലും തമ്മിൽ ഇൻറ്റിമേറ്റ് ആയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഫഡയിൽ എന്ത് മറുപടി പറഞ്ഞെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് സ്റ്റൈലും വരുന്നത്. എന്നിട്ട് അച്ഛനോട് അച്ഛൻ എപ്പോഴാണ് വന്നത്, ഇതെൻ്റെ ഫ്രണ്ടാണ്, വേറൊന്നും ഇല്ല അച്ഛൻ ചുമ്മാ അവനിട്ട് ഇങ്ങനെ കുത്തി ചോദിക്കല്ലേ, നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാം ഫഡയിലെന്ന് പറഞ്ഞിട്ട് ഫഡയിലിനെ പറഞ്ഞിടാണ്. ഫഡയിൽ പോയി കഴിഞ്ഞപ്പോൾ സ്റ്റൈലിൻ്റെ അച്ഛൻ അവനോട്, അപ്പോൾ നിനക്ക് ഈ ടൈപ്പിലുള്ള പയ്യന്മാരാണല്ലേ ഇഷ്ടം, ഇങ്ങനെയുള്ള കുറേ പയ്യന്മാർ നമ്മുടെ മെക്കാനിക്കൽ ഷോപ്പിൽ തന്നെ ഉണ്ടല്ലോ, നിനക്ക് വേണമെങ്കിൽ ഞാൻ അവരോട് തന്നെ സെറ്റാക്കി തരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ എൻ്റെ അച്ഛൻ അതൊന്നും വേണ്ട, ഒന്ന് വെറുതെ വിട്ടാൽ മതി, അച്ഛനാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്സിനോട് പുറത്ത് പോയിട്ട് വന്നതല്ലേ, ആ ട്രിപ്പിൻ്റെ വിശേഷമൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്ന കാണ്ടിൻ്റെ വീട്ടിൽ കാണ്ടും ബൈസണും ബേബിയും കൂടി ഫുഡ് കഴിക്കുന്നതാണ്. ഫുഡ് കഴിക്കുന്ന സമയത്ത് ബേബി ഒരു ബുക്ക് വായിക്കുന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചിട്ട് ബൈസൺ ആ ബുക്ക് ഏതാ, സ്റ്റോറി എന്താണെന്ന് ചോദിക്കുകയാണ്. ബേബി അതിന് ഇത് ഷേക്സ്പിയറിൻ്റെ ഒരു ബുക്കാണ്, ഒരു പയ്യൻ ഒരാളെ സ്നേഹിച്ചു പക്ഷെ അവസാനം വിഷമിക്കേണ്ടി വന്നു, അതാണ് ഇതിൽ ആ ഒരു കഥയെന്ന് പറയുന്നുണ്ട്. ആസവൻ ബൈസൺ ഭയങ്കര ട്രാജഡി ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ, എനിക്കും നീ ഇങ്ങനെ വായിക്കുന്ന കാണുമ്പോൾ എനിക്കും വായിക്കാൻ തോന്നുന്നു എന്ന് പറയാണ്. ആ സമയം കണ്ട് അയ്യോ ഇവനെ ഫുൾ ടൈം ബുക്ക് വായന, ഇനി നീ കൂടെ തുടങ്ങാൻ പോവാണോ, അതൊന്നും വേണ്ട, ഇവൻ പറയുന്നത് മൈൻഡ് ആക്കണ്ട, ഇവന് ഫുൾ ഇതാ പരിപാടി എന്ന് പറയുന്നുണ്ട്. ആ സമയം ബേബി ആണെങ്കിൽ ഈ ബുക്ക് വായിച്ചിട്ട് കിട്ടിയ ബുദ്ധി കൊണ്ട് തന്നെയാണ് എനിക്കിപ്പോൾ ഒരു സ്കോളർഷിപ്പ് കിട്ടാൻ പോകുന്നത്, അതുകൊണ്ട് എനിക്കിനി നിൻ്റെ ടാറ്റു അടിച്ചുണ്ടാക്കുന്ന പൈസയൊന്നും ആവശ്യം വരത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം കണ്ട് എടാ നീ എവിടെ നിന്നാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പഠിച്ചതെന്ന് ചോദിച്ചപ്പോൾ നീയല്ലേ എന്നെ വളർത്തി വലുതായിരിക്കും, നിൻ്റെ തന്നെ കിട്ടിയെന്നുള്ള രീതിയിൽ ബേബിയും തിരിച്ച് പറയുന്നുണ്ട്. ആ സമയം വയസ്സിനാണെങ്കിൽ ശരി ഇനി ഞാൻ പോട്ടെ, ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ഫഡൽ എന്നെ കൊന്നാളെയും, ലേറ്റാവും കടയിൽ എത്രയും പോവുകയാണെന്ന് പറഞ്ഞിട്ട് ബായ് പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ അവൻ പോയി കഴിഞ്ഞതും നമ്മുടെ ബേബിയാണെങ്കിൽ കാണ്ടിനോട് അല്ല എൻ്റെ കൂടെയുള്ള പിള്ളേർ എന്നെ ബുള്ളി ചെയ്തു, എന്നെക്കൊണ്ട് നീ കള്ളം പറയിപ്പിച്ച് എന്താണെന്ന് ചോദിക്കുകയാണ്. ഇപ്പം നമുക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടായിരിക്കും. കഴിഞ്ഞ എപ്പിസോഡിൽ ഇതുപോലെ തന്നെ നമ്മുടെ കാണ്ട് ഒരു കള്ളത്തരം ഉണ്ടാക്കിയിട്ടാണല്ലോ അവരുടെ വീട് സെർച്ച് ചെയ്യാൻ കയറിയത്. അപ്പോൾ തന്നെ തിരിച്ചു വന്നപ്പോൾ നമ്മുടെ ബേബി ആണെങ്കിൽ ബൈസൻ്റെ അടുത്ത് ഇതുപോലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്ന് കറക്റ്റ് ടൈമിൽ കാണ്ട് ഒന്ന് രക്ഷിക്കുമെന്ന് പറയാൻ ചെയ്തു. അത് ആക്ച്വലി കാണ്ട് ഇവൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കള്ളം പറയാൻ പറഞ്ഞതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്നാണ് ഇപ്പോൾ ബേബി ചോദിക്കുന്നത്. അപ്പോൾ ബേബി ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് കാണ്ട് അത് അതിൻ്റേതായ കുറച്ച് കാരണങ്ങളുണ്ട്, അത് നീ പറയണ്ട, അതിനങ്ങ് വിട്ടേക്കാനായിട്ട് പറയണം. ബേബിയും അതിന് വലിയ പ്രസക്തിയും കൊടുക്കാതെ തന്നെ അങ്ങ് വിട്ട് കളയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് കാണ്ടാണെങ്കിൽ ക്യാപ്റ്റനെ കാണാനായിട്ട് വന്നിരിക്കുന്നതാണ്. അവിടെ വന്നിട്ട് അവന് കിട്ടിയ ഇൻഫർമേഷൻ മൊത്തം കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവൻ എടുത്തത് അത് കൊടുത്തിട്ട് അവൻ എൻ്റെ വർക്ക് കഴിഞ്ഞു, ഇനി ഞാൻ നിർത്തുവാണ്, ഇനി എന്നെ വിളിക്കരുത്, മേലെ ഈ കാര്യത്തിന് എന്നെ വിളിച്ചാൽ ഞാൻ വരത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാപ്റ്റൻ എങ്ങനെ തീർന്നു എന്നാണ്, ഞാൻ ഇവർ രണ്ടിനും പിടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ബോസ്സായിട്ടുള്ള ആൾ എന്തായാലും വരും, നിന്നെ അവർ പൊക്കും, അതുകൊണ്ട് നീയാണെങ്കിൽ ഇവരുടെ ബോസ് ആരെന്ന് കണ്ടുപിടിക്കുക, കാരണം അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും മൊത്തത്തെ അറസ്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നിനക്ക് പണിയാവുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കാണ്ടിനെ പിന്നെ ഇട്ട് ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അയാൾ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ബൈസനാണെങ്കിൽ തിരിച്ച് അവൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ആ ഒരു എപ്പോഴും ലോക്ക് ചെയ്തിട്ടേക്കുന്ന ആ ഒരു റൂമിൻ്റെ CCTV ഇവർ ഡെയിലി ചെക്ക് ചെയ്യാറുണ്ട്, ആരെങ്കിലും കയറിയോ എന്നറിയാൻ. അങ്ങനെ അങ്ങോട്ടേക്ക് വന്നിട്ട് ആ ഒരു റൂമിൻ്റെ അവിടെയുള്ള അന്ന് ഇവർ ഇതേ റൂമിൻ്റെ CCTV ചെക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് ലാപ്ടോപ്പ് പുറത്തെടുത്തിട്ട് ചെക്ക് ചെയ്യാൻ തുടങ്ങുവാണ്. അതേസമയം തന്നെ അവിടെ ടേബിൾ ചെറുതായിട്ട് നീങ്ങിയിരിക്കുന്ന ഒരു ബൈസന് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നത് കാര്യമാക്കാതെ അവന് CCTV ചെക്ക് ചെയ്യുന്ന ടൈമിലാണ് ഫഡയിൽ കോൾ ചെയ്യുന്നതും. അങ്ങനെ ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ചെക്ക് ചെയ്യുന്ന ടൈമിനാണ് നമ്മുടെ കാണ്ട് മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ കാണ്ടിന് റിപ്ലൈ കൊടുക്കാനായിട്ട് ഇവൻ ഫോണിലേക്ക് ശ്രദ്ധ മാറ്റുന്നുണ്ട്. അതേ ടൈമിനാണ് ഈ CCTV നമ്മുടെ കാണ്ട് ആ ഒരു റൂം അരിച്ച് പറക്കുന്നതിൻ്റെ ഭാഗം വരുന്നത്. എന്തോ ഭാഗ്യം കൊണ്ട് കാണ്ടുമായിട്ട് മെസ്സേജ് അയക്കുന്നത് കൊണ്ട് തന്നെ ഇവ ഇത് ശ്രദ്ധിക്കുന്നില്ല. അതിനുശേഷം മെസ്സേജ് അയച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവനാണെങ്കിൽ തിരിച്ച് കമ്പ്യൂട്ടറിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ നോക്കാതെ ഇവനതങ്ങ് അടച്ചു വെച്ചിട്ട് അങ്ങ് പോവുകയാണ്. അതേസമയം എല്ലാം നമ്മുടെ കാണ്ട് ഈ റൂം സെർച്ച് ചെയ്യണത് നല്ലപോലെ തന്നെ അതിൻ്റെ അത് കാണിക്കുന്നുണ്ടായിരുന്നു. കാണ്ടിന് ആ ക്യാമറയിൽ മുഴുവനായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്ന ഫഡയിലും ബൈസനും അവരുടെ ഒരു ബർഗർ ഷോപ്പാണെങ്കിൽ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ സമയത്ത് ഓപ്പൺ അല്ലായിരുന്നു. അതേ ടൈമിൽ നമ്മുടെ ഫഡയിലാണെങ്കിൽ ക്ലീൻ ചെയ്യുമ്പോൾ ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ബൈസനാണെങ്കിൽ അവൻ്റെ അടുത്ത് വന്നിട്ട് നിനക്ക് സ്റ്റൈലിനെ ഇഷ്ടമാണോ, അവനെ ഇഷ്ടമാണെങ്കിൽ സത്യം പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഫഡയിലാണെങ്കിൽ ഞാൻ എന്തിനാ പറയുന്നത്, ഫസ്റ്റ് തന്നെ നമ്മുടെ സ്റ്റൈലിൻ്റെ അച്ഛൻ കിടന്ന് ഇഷ്ടമാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ നീയും ചോദിക്കാൻ അവരോട്, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയം പ്ലീസ് പറ, നമ്മൾ ബ്രദേഴ്സ് അല്ലേ, ഞാൻ കാണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ കാണ്ട് ബ്രദറും ഭയങ്കര ക്ലോസ് ആയിരുന്നു, എനിക്കും അതുപോലെ ഉണ്ടാവണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം
പറയുമ്പോൾ ഓ നിനക്കങ്ങനെ വേണമല്ലേ ഇപ്പം കിട്ടുന്നുള്ള രീതിയിൽ ഫടയിലിരിപ്പുണ്ട്. എന്നാൽ പിന്നെ ചോദിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് സ്റ്റൈലിനെ ഇഷ്ടമാണെന്ന് ഫടയിൽ പറയാണ്. ആ സമയം അപ്പോൾ നിനക്ക് സ്റ്റൈലിൻ്റെ അപ്പിയറൻസിൽ എന്താ ഇഷ്ടമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എനിക്കവരുടെ ചുണ്ടാണ് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസൺ ഓ നല്ലപോലെ കിസ് ചെയ്യുമായിരിക്കും അല്ലേ. എനിക്ക് കാണ്ടിൻ്റെ കണ്ണാണ് കൂടുതൽ ഇഷ്ടം. കാരണം ഞാൻ എപ്പോൾ കിസ് ചെയ്യാൻ പോയാലും അവൻ്റെ കണ്ണിലോട്ട് ഞാനങ്ങ് വീണ് പോകും. പിന്നെ നമ്മൾ ഇൻറ്റിമേറ്റ് ആവുന്ന ടൈമിന് ഇത്രയും പറഞ്ഞതും പെട്ടെന്ന് തന്നെ ഫടയിൽ അവൻ്റെ അടുത്ത് നിർത്ത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ എൻ്റെ ബ്രദറാണ് എന്നും പറയുമ്പോൾ ഇത്രയും പറയാൻ നിൽക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം വയസ്സിനാണെങ്കിൽ എനിക്കെന്തോ കാണ്ടിനോട് സത്യമൊക്കെ തുറന്നു പറയാൻ തോന്നുന്നു. അവൻ്റെ അടുത്ത് ഉള്ളപ്പോൾ എനിക്കെന്തോ ഇതെല്ലാം വിട്ടിട്ട് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നിപ്പോകുന്നു. ഇനിയും കള്ളത്തരം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ആരാണെന്നുള്ള സത്യം തുറന്നു പറയാൻ പോവാണ്. നിനക്കങ്ങനെ പറയണമെന്ന് തോന്നുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഉടനെ ഫടയിലാണെങ്കിൽ പറയണമെന്നുണ്ട്. എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, ഞാൻ ആരാണെങ്കിലും സ്റ്റൈല് എന്നെ അതുപോലെ തന്നെ സ്നേഹിക്കണം, വിട്ടിട്ട് പോകരുത്. പക്ഷേ അങ്ങനെ നടക്കുമെന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ആ സമയം ബൈസൺ ഞാൻ ഏതായാലും സത്യം തുറന്നു പറയാൻ പോവാണെന്ന് പറയുന്നുണ്ട്. ഫടയിലപ്പോൾ നീ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യും, നമുക്ക് നമ്മുടെ പാരൻസിനെ കൊന്ന് അയാളെയും കൂടെ കൊന്നു കഴിഞ്ഞാൽ അമ്മയോട് ഞാൻ തന്നെ കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് ഈയൊരു ഹിറ്റ്മാൻ എന്നുള്ള ലൈഫിൽ നിന്ന് പുറത്തേക്ക് വരാമെന്ന് പറയാൻ അതിനുശേഷം കാണിക്കുന്നത് കാണ്ടും സ്റ്റൈലും കൂടെ മീറ്റ് ചെയ്തിട്ട് സംസാരിക്കുന്നതാണ്. ആ സമയം സ്റ്റൈലാണെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ക്യാപ്റ്റനാണെങ്കിൽ ഇനിയിപ്പോൾ അവരുടനെ പിടിക്കുമല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ ഇനി അവരെ കാണത്തില്ലേ, നീയാണെങ്കിൽ എന്തേലും ഒന്ന് ചെയ്യും, ഞാനാണെങ്കിൽ ഫടയിലോട്ട് അറ്റാച്ച്ഡായി മാറിക്കൊണ്ടിരിക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം കാണ്ട് ഉടനെ തന്നെ ഈ പ്രശ്നം തീരും, അത് കഴിയുമ്പോൾ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈല് പക്ഷേ എനിക്കെന്തോ നമുക്ക് ഇവരുടെ ബോസായിട്ടുള്ള ആളെ കണ്ടുപിടിച്ച് കൊടുത്തിട്ട് ഇവരെ രക്ഷിച്ചുകൂടെയും ചോദിക്കുകയാണ്. ആ സമയം കാണ്ട് അത് നടക്കും തോന്നുന്നുണ്ടോ, ക്യാപ്റ്റനാണെങ്കിൽ അവരെ രണ്ടുപേരും വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, അവർക്ക് ഒന്നിട്ട് ജയിൽ ശിക്ഷ അല്ലെങ്കിൽ വധശിക്ഷയെങ്കിലും വരും, കാരണം അവർ ഒരുപാട് ആൾക്കാരെ കൊന്നതല്ലെന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈല് അപ്പോൾ ഇന്നാണോ ഞാൻ അവസാനമായിട്ട് ഫടയിലിനെ കാണാൻ പോകുന്നത്, നാളെ അവരെ ക്യാപ്റ്റൻ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും അവരെ കാണത്തില്ലെന്ന് ചോദിക്കുകയാണ്. ആ സമയം നീ ഞാൻ മീറ്റ് ചെയ്യാൻ പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം സ്റ്റൈല് അതെ ഇന്ന് ഞാനും അവന് മീറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുമെന്ന് പറയാണ്. ആ സമയം കണ്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ, നമുക്കാണെങ്കിൽ ബൈസനെയും ഫടയിലിനെയും വിട്ടുകൊടുത്തേ പറ്റുള്ളൂ എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അവരുമായിട്ടുള്ള ഈ ഒരു അവസാനത്തെ മൊമെൻറ്റ്സ് നന്നായിട്ട് എൻജോയ് ചെയ്യണം, അല്ലാതെ വേറെ വഴിയില്ല എന്ന് പറയാണ്. ഇതിപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൈസനും ഫടയിലും അവരുടെ പ്ലാൻ അനുസരിച്ച് നാളെയാണ് അവരുടെ പാരൻസിനെ കൊന്ന അയാളെ കൊല്ലാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ തന്നെ ക്യാപ്റ്റനെ അവർ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ കാണ്ട് റൂമിൽ കയറി അന്വേഷിക്കുന്ന സമയത്ത് അത് അവന് മനസ്സിലാക്കാൻ സാധിച്ചു. അവനാണെങ്കിൽ ആ ഇൻഫർമേഷൻ എല്ലാം ക്യാപ്റ്റന് കൊടുത്തപ്പോൾ നമ്മുടെ ക്യാപ്റ്റനും കാര്യങ്ങൾ മനസ്സിലായി. അതിപ്പോൾ നമ്മുടെ സ്റ്റൈലിനോടും പറയാണ്. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും അവരെ വിട്ടുകൊടുക്കുന്നതിന് വിഷമിക്കുന്നതും അവരെ വിട്ടുകൊടുക്കണ്ട എന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കാണ്ടാണെങ്കിൽ ബൈസനെയും കൊണ്ട് അവർ ബോളിംഗ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ അങ്ങോട്ടേക്ക് വരുന്നതാണ്. അവിടെ വന്നപ്പോഴത്തേനോട് ബൈസൺ അതിന് ഇന്നിവിടെ ക്ലോസ്ഡ് അല്ലേ, പിന്നെ നമ്മളിങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറാം, അതിനുള്ള വഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് നീ ഒരു ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ കാണ്ടിനും ബൈസനെ ഇന്ന് അവസാനമായിട്ട് കാണുന്നതിൻ്റെ വിഷമമുണ്ട്, അതുകൊണ്ടാണ് അവനെയും കൊണ്ട് വന്നിരിക്കുന്നത്. ആ സമയം ബൈസനാണെങ്കിൽ എന്താ ഇപ്പോൾ ഇത്ര സ്നേഹം, നിൻ്റെ വേറെ വല്ല എക്സ് ബോയ് ഫ്രണ്ടും തിരിച്ച് വന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം കാണ്ട് അങ്ങനെയൊന്നുമില്ല, എനിക്ക് നീ ഒരു ടൈം സ്പെൻഡ് ചെയ്യണം, വാ നമുക്ക് അകത്തേക്ക് പോകുന്ന പറഞ്ഞിട്ട് ഇത് ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ ഏതൊക്കെയോ വഴി കൂടെയൊക്കെ ഇവർ കയറുന്നുണ്ട്. ആ സമയം അവിടെ ഇരുന്ന സെക്യൂരിറ്റി പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാണ്. അങ്ങനെ അവർ ഒളിച്ചിരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ സെക്യൂരിറ്റി പോയി കഴിഞ്ഞതും ഇവരിൻ്റെ അകത്തേക്ക് കയറി പറ്റുന്നുണ്ട് ബോളിംഗ് ചെയ്യുന്ന ആ ഒരു ഹോളിൻ്റെ. പിന്നെ അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മുടെ കാണ്ട് വന്ന് ബൈസനെ ബാക്കിൽ നിന്ന് ഹക്കൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയം ബൈസൺ എന്താ പരിപാടി എന്ന് വെച്ചപ്പോൾ കാണ്ട് നമ്മൾ ഫസ്റ്റ് എവിടെ വെച്ചാണോ മീറ്റ് ചെയ്തത് അതേ സ്ഥലത്ത് തന്നെ നമുക്ക് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി, അതുകൊണ്ടാണ് ഞാൻ അതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ചാൽ നിൽക്കുന്ന ടൈമിന് നമ്മുടെ ബൈസനാണെങ്കിൽ മര്യാദയ്ക്ക് ഇരിക്കും, ആരെങ്കിലുമൊക്കെ കാണും പിന്നീട്, ഇവിടെയൊക്കെ ക്യാമറ ഉള്ളതെന്ന് പറയുന്നുണ്ട്. ആ സമയം കാണ്ടാണെങ്കിൽ അതൊക്കെ ഞാൻ നേരത്തെ സെറ്റാക്കി, ഇവിടുത്തെ ക്യാമറ മൊത്തം ക്ലോസ്ഡാണ്, ആരും ഒന്നും അറിയത്തില്ല, ക്യാമറയിലൊന്നും ആവത്തുമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈസൺ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാമല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ കുറച്ചൊരു ബോളിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഫടയിലും സ്റ്റൈലിനെയും കാണിക്കുമ്പോൾ അവരിപ്പോൾ ഒരു റോക്ക് ബാൻഡ് ആ ഒരു ഒരു ബാൻഡൊക്കെ ഇങ്ങനെ നടത്തുന്ന ക്ലബ്ബ് പരിപാടി പോലെ അവിടെ വന്നേക്കുവാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ലൈക്ക് അവിടെ വന്ന എല്ലാ ആൾക്കാരും റോക്ക് ബാൻഡിലുള്ള പോലെ ഡ്രസ്സൊക്കെ ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. ഇവരും അതുപോലെയാണ് വന്നേക്കുന്നത്. അങ്ങനെ അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫടയിൽ സ്റ്റൈലിനോട് മറ്റൊരാളുടെ കൂടെ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ടിക്കറ്റ് എടുക്കുവാണ് കയറാനുള്ള. ആ സമയം അവിടെ ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്ന പയ്യൻ ഈ ഒരു ബാൻഡ് ഇന്നിവിടെ അവസാനമായിട്ട് പെർഫോം ചെയ്യുകയാണ്, നമ്മളാണ് ഇവരുടെ അവസാനത്തെ ഓഡിയൻസ്, എൻജോയ് ചെയ്യും, മെമ്മറബിൾ ആയിട്ടുള്ള രാത്രി ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മുടെ സ്റ്റൈലിൻ്റെ മനസ്സിൽ ഫടയിലിനെ അവസാനമായിട്ട് കാണുന്നതിൻ്റെ ആ ഒരു ഇതാണ്. അതുകൊണ്ട് സ്റ്റൈലും അതെ എൻ്റെ ലൈഫിലും ഇത് മെമ്മറബിൾ ആയിട്ടുള്ള രാത്രിയാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അകത്തേക്ക് കയറാണ്.
അകത്ത് കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റൈലാണ് വലിയ എൻജോയ് ചെയ്യുന്നില്ല. കാരണം അവന് ഈ ഒരു റോക്ക് ബാൻഡ് സംഭവം താല്പര്യമുള്ളതല്ല. പക്ഷേ ഇത് നമ്മുടെ ഫഡേലിന് ഇഷ്ടമുണ്ട്. ഫഡേലോട്ട് ക്ലോസ് ആകാൻ വേണ്ടിയിട്ടാണ് ഇവനിത് സെലക്ട് ചെയ്തത്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇവനിങ്ങനെ എൻജോയ് ചെയ്യാതെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഫഡേൽ കാര്യം എന്താണെന്ന് നോക്കിയപ്പോൾ ഇവനാണെങ്കിൽ അവിടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ നോക്കാതെ ഇവനാണെങ്കിൽ ഉറക്കെ തന്നെ അത് എനിക്ക് ഈ സംഭവം ഇഷ്ടമല്ല എന്ന് പറയാണ്. അവിടെ വന്നേക്ക് ഇത് എല്ലാവർക്കും ഇത് ഇഷ്ടമുള്ളതാണ്. ഇവ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ തന്നെ എല്ലാവരും തുറച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് പിന്നീട് എല്ലാവരും ആ മൈൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതേ സമയം ഫഡേൽ നീ എന്തിന് ഇത്ര ഉറക്കെ പറയുന്ന ആൾക്കാരുടെ അവിടെ നിന്നെപ്പെട്ട് അടിച്ച് പിടിക്കുക തന്നെ. നിനക്കിത് ഇഷ്ടമെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് സാധാ പോപ്പ് മ്യൂസിക്കാണ് ഇഷ്ടമെന്ന് അറിയാം. നീ എനിക്ക് വേണ്ടിയിട്ടാണ് ഇത് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് അറിയാം. പക്ഷേ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നീയായിട്ടിരിക്കും, എനിക്കതാ വേണ്ടതെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നീ ഇങ്ങനെ കള്ളം പറഞ്ഞതിന് ഒരു പണിഷ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനകത്തോ റൂമിൽ കൊണ്ടുപോയിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ മേക്കപ്പ് ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. അപ്പോൾ അങ്ങനെ അകത്തോട്ട് കൊണ്ടുപോയിട്ട് ഈ റോക്ക് ബാൻഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുന്നുണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മേക്കപ്പ് ചെയ്യാണ്. ഫഡേൽ സ്റ്റൈലിന് മേക്കപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ആ സമയം നമ്മുടെ സ്റ്റൈൽ നീയും മേക്കപ്പ് ഇടണമെന്ന് പറഞ്ഞിട്ട് ഫഡേലിന് മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ രണ്ടും ആ ക്ലബിൻ്റെ അകത്തോട്ട് കയറിയിട്ട് ഫുൾ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യുകയാണ്. ഇതുപോലെ തന്നെ കാണ്ടിനെയും ബൈസനെയും കാണിക്കുമ്പോൾ ഇവരും അവിടെ ബോളിങ് ചെയ്ത് അവിടെ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണ്ടിനെയും ബൈസനെയും കാണിക്കുമ്പോൾ ഇവർ അതേ സ്ഥലത്ത് തന്നെ അവിടെ തറയിലായിട്ട് കിടക്കുവാണ്. അങ്ങനെ കിടക്കുന്ന ടൈമിന് നമ്മുടെ ബൈസനാണെങ്കിൽ എനിക്കിത് നിൻ്റെ കൂടെ വീട്ടിലേക്ക് വരാൻ പറ്റില്ല, എനിക്ക് മറ്റൊരു അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറയാണ്. അതൊരു പക്ഷേ ആ ഒരാളെ കൊല്ലുന്നതിൻ്റെ ആ ഒരു പ്ലാൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നതായിരിക്കും. ആ സമയം നമ്മൾ കാണാണെങ്കിൽ നിനക്ക് നിന്നൂടെ പ്ലീസ് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം സോറി, അത് പിന്നെ ഞാൻ ഫഡേലിനൊരു പ്രോമിസ് കൊടുത്തു, എനിക്ക് ആ കാര്യം ചെയ്ത് തീർക്കാനുണ്ട്. പക്ഷേ ഞാൻ ഉറപ്പ് പറയുക, ഈ ഒരു കാര്യം കഴിഞ്ഞ് കഴിക്കാൻ നാളെ തൊട്ട് ഞാൻ പിന്നെ ബർഗർ കടയിൽ ജോലിയും ചെയ്യാത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഞാൻ പിന്നെ എപ്പോഴും നിൻ്റെ ലൈഫിൽ കൂടെ ഉണ്ടാവും. പിന്നെ ഞാൻ എന്ത് ചെയ്താലും ആ ഒരു ഇതിൽ നീയും എൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ നിന്നെ ഒരിക്കലും വിട്ടു പോകത്തില്ല. ഈ ഒരു പ്രാവശ്യത്തേക്ക് എന്നൊന്ന് മനസ്സിലാക്കി, ഈ ഒരു രാത്രിയിലത്തേക്ക് ഞാൻ പോവുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ കാണ്ടിനും ഇവനെ ഇങ്ങനെ പറ്റിക്കുന്നതിൽ ഭയങ്കര വിഷമമുണ്ട്. കാണ്ടിനും ഒരുമാതിരി തോന്നുന്നുണ്ട് ഇവൻ്റെ ഈ ഒരു വേർഡ്സൊക്കെ കേട്ടിട്ട്. കാണ്ടിനും എന്തോ പോലെ ഇങ്ങനെ പറ്റിക്കുവാണല്ലോ എന്നൊരു ഫീലൊക്കെ വരുന്നുണ്ട്. പക്ഷേ അവനത് പുറത്ത് കാണിക്കാത്ത രീതിയിൽ ഇരുന്നിട്ട് നമ്മുടെ പൈസന് നെറ്റിൽ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവനവിടെ എഴുന്നേറ്റ് പോയിട്ട് അവിടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പ്രൊജക്ടറിൽ ഗ്രീൻ ലൈറ്റ് പോലത്തെ സംഭവം ഇടാണ്. അങ്ങനെ അത് വിട്ടിട്ട് നമ്മുടെ പൈസൻ്റെ അടുത്തേക്ക് വന്നിരിപ്പോൾ ആ സമയം പൈസൻ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ കാണാണെങ്കിൽ അന്നിൻ്റെ റൂമിൽ വന്നപ്പോൾ കുറേ നോർത്തേൺ ലൈറ്റ്സിൻ്റെ ഫോട്ടോസ് കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി നിനക്ക് ആ സംഭവം ഇഷ്ടമാണെന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതേപോലെ ലൈറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തത്. ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ് പൈസനപ്പോൾ. ഇഷ്ടപ്പെട്ടു, എനിക്കാണെങ്കിൽ പണ്ട് തൊട്ട് അയർലൻഡിൽ പോയിട്ട് നോർത്തേൺ ലൈറ്റ്സ് കാണുന്നത് ഭയങ്കര ആഗ്രഹമാണ്, എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ സമയം കണ്ടിത് കേട്ടിട്ട് നീ പറഞ്ഞപ്പോൾ എനിക്ക് അവിടേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, നമുക്ക് ഒരുമിച്ച് പോകാമല്ലോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം പൈസൻ അതിനൊന്നും നമുക്ക് ഒരുമിച്ച് പോകാമല്ലോ, നമുക്ക് 10 ദിവസത്തേക്ക് പോകാമല്ലോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം കണ്ട് ഇല്ല നമുക്ക് 15 ദിവസത്തേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയം പൈസൻ എങ്കിൽ നമുക്ക് റോഡ് ട്രിപ്പായിട്ട് പോകാം. ആ സമയം കണ്ട് ഇങ്ങനെ ആ വണ്ടി ഓട്ടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറേ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അവരുടെ അവിടെ വെച്ച് ഇൻറ്റിമേറ്റ് ആവുന്നൊക്കെ ഉണ്ട്. പിന്നീട് കാണിക്കുന്നത് ഫഡേലിൻ്റെ സ്റ്റൈലിലാണ്. അവരിപ്പോൾ ആ റോക്ക് ബാൻഡൊക്കെ കഴിഞ്ഞിട്ട് അവിടെയുള്ള കുറേ പേരായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ പുറത്തിറങ്ങുന്നുണ്ട്. ആ സമയം നമ്മുടെ സ്റ്റൈൽ ഇപ്പോഴും വിഷമത്തിലാണ്. കാരണം ഫഡേലിനത്തെ ലാസ്റ്റ് ഡേ ആണ് കാണുന്നത്. പിന്നെ സ്റ്റൈൽ നേരത്തെ പറഞ്ഞായിരുന്നു അവൻ ഫഡേലോട്ട് ഒത്തിരി അറ്റാച്ച്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവനിങ്ങനെ നിൽക്കുന്ന ടൈമിന് ഫഡേലാണെങ്കിൽ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം സ്റ്റൈലാണെങ്കിൽ നീ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഞാൻ വരട്ടെ, നിൻ്റെ അച്ഛൻ വീട്ടിലുണ്ടായാലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഫഡേലിൽ പോകാൻ പറ്റത്തില്ല, ഫഡേലാണെങ്കിൽ അതുകൊണ്ട് തന്നെ, പക്ഷേ എനിക്ക് വേറെ വർക്കുണ്ടെന്ന് പറയാണ്. ആ സമയം സ്റ്റൈൽ അത് കഴിഞ്ഞിട്ട് നീ തിരിച്ച് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഫഡേൽ അഫ്കോഴ്സ് ഞാൻ തിരിച്ച് വരുമെന്ന് പറയാണ്. ആ സമയം സ്റ്റൈൽ പ്രോമിസ് എന്ന് ചോദിച്ചപ്പോൾ അതേ പ്രോമിസാണ്, ഞാൻ എന്തായാലും നിൻ്റെ അടുത്തേക്ക് തിരിച്ച് വരുമല്ലോ, പിന്നെ നമ്മളെപ്പോഴും ഒരുമിച്ച് ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കിസ്സൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഫഡേലും ബൈസനും എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് അവരവിടെ ഒരു പാർക്കിംഗ് ഏരിയയിൽ വന്നേക്കാണ്. ആ സമയം 2 പയ്യന്മാരെന്തോ സംഭവമൊക്കെ തൂക്കിക്കൊണ്ട് പോകുന്നുണ്ട്. ലൈക്ക് ഗാർബേജ് ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ കൊണ്ടുപോകുന്ന ടൈമിന് അവർ രണ്ടുപേരെയും ഇവർ വന്നിട്ട് മയക്കി കിടത്തിയിട്ട് അവരിങ്ങനെ വലിച്ചുകൊണ്ട് പോവുകയാണ് എങ്ങോട്ടേക്കും. ഇതേ സമയം അതേ സ്ഥലത്ത് തന്നെയാണെന്ന് തോന്നുന്നു ഇവർ കൊല്ലാനിരിക്കുന്ന അവരുടെ പാരൻസിനെ കൊന്ന അയാളുടെ പേര് റുക്കറ്റ് എന്നാണ്. സോ റുക്കറ്റ് ഒരു പാർട്ടി നടത്തുകയാണ്, ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള പാർട്ടി. അതേ സ്ഥലത്ത് തന്നെ നമ്മുടെ ക്യാപ്റ്റനും ഫുഡ് കൊടുക്കുന്ന ഒരു കാറ്ററിംഗ് സർവീസിലെ ആളായിട്ട് ക്യാപ്റ്റൻ 2-3 ആൾക്കാരുടെ പോലീസുകാരൊക്കെ നിൽപ്പുണ്ട്. കാരണം ക്യാപ്റ്റന് നമ്മുടെ കാണ്ടു കൊടുത്ത ഇൻഫർമേഷൻ മനസ്സിലായല്ലോ, നമ്മുടെ ഫഡേലും ബൈസനും ഇന്നാണ് റുക്കറ്റിനെ കൊല്ലാനുള്ള പ്ലാനെന്ന്. അതുകൊണ്ട് തന്നെ അവരിന്ന് ഇവിടെ വരും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് ക്യാപ്റ്റൻ ഇപ്പോൾ ഈ ഒരു വേഷത്തിലൂടെ നിൽക്കുന്നത്. അതേസമയം ടെഡി ബിയറിൻ്റെ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഒരു പയ്യൻ അങ്ങോട്ടേ വരുന്നുണ്ട്. അത് മറ്റേ ആരെങ്കിലും ബൈസനാണ്. നേരത്തെ ബൈസനും ഫഡേലും കൂടെ ആയിട്ട് നടന്നു 2 പയ്യന്മാരെ പിടിച്ച് മാറ്റിയല്ലോ. ആ പയ്യന്മാർ ആക്ച്വലി ഈ ഇവൻറ്റിൽ ഇതുപോലെ ടെഡി ബിയറിൻ്റെ കോസ്റ്റ്യൂം ഇട്ട് വരാൻ നിന്ന പയ്യന്മാരാണ്. അവരെ പിടിച്ച് മാറ്റിയിട്ട് അവരെ സ്ഥാനത്താണ് ഇപ്പോൾ ഇവർ കയറിയിരിക്കുന്നത്. ഈ കോസ്റ്റ്യൂം ഇട്ട് ചെയ്യുന്നുണ്ട് തന്നെ അത് ആരാ ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. അങ്ങനെ വന്ന് നിന്നിട്ട് ഒരുപാട് ആൾക്കാർ ഇവരായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതേസമയം ഇവൻ്റെ ശ്രദ്ധ മൊത്തം ആ ഒരു റുക്കറ്റിലാണ്. റുക്കറ്റ് ആൾക്കാരായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതേസമയം അവിടെ വെച്ച് ബേബിനെയും കാണുന്നുണ്ട്. ബേബി എന്തുകൊണ്ട് ഈ ഒരു ഇവൻറ്റ് വന്നു എന്നൊന്നും ഇവന് മനസ്സിലാവുന്നില്ല. പക്ഷേ ബേബി ഇവൻ്റെ അടുത്ത് വന്നിട്ട് ഇത് ഇവനാണെന്ന് മനസ്സിലാവാതെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ടെഡി ബിയർ എന്നുള്ള രീതിയിൽ. അതിനുശേഷം ഇങ്ങനെ നിൽക്കുന്ന ടൈമിന് അവർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം. ഇതെന്ന് വെച്ചാൽ റുക്കറ്റ്
പിള്ളേരുടെ എഡ്യൂക്കേഷനായിട്ടൊരു ചാരിറ്റി സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ ലോഗോ എന്ന് പറയുന്നത് ടെഡി ബിയറാണ്. അപ്പോൾ ആ ഒരു ടെഡി ബിയറിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഇവരിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ലോഗോ ആയിട്ടുള്ള ടെഡി ബിയറിനെ ഇൻവൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതും ടെഡി ബിയറിൻ്റെ കോസ്റ്റ്യൂമിലുള്ള നമ്മുടെ ഫഡേൽ കയറുവാണ് സ്റ്റേജിൽ. എന്നിട്ട് പാട്ടൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ബൈസൺ ആ ഒരു ആൾക്കാരുടെ ഇടയിലായിട്ട് നിൽക്കുന്നുമുണ്ട്. അങ്ങനെ ഡാൻസ് കളിക്കുന്നതിനിടയിൽ ഇയാളെ ഷൂട്ട് ചെയ്യാനാണ് പ്ലാൻ. ഫഡേൽ ഡാൻസ് കളിച്ച് പതുക്കെ തോക്കെടുക്കുന്ന ടൈമിന് കറക്റ്റ് റുക്കറ്റിനോട് സംസാരിക്കാനായിട്ട് ബേബെ അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. അതേസമയം മനസ്സിലാണെങ്കിൽ ഇത് കണ്ടിട്ട് ബൈസൺ ബേബെ മാറ് അവൻ വെടിവെക്കാൻ പോവാന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പറയാൻ പറ്റത്തില്ല ഉറക്കെ. അതുകൊണ്ട് ഇവൻ ടെൻഷനായി നിൽക്കുവാണ്. ഫഡേലാണെങ്കിൽ ബേബി നമ്മുടെ കാണിൻ്റെ ബ്രദറാണെന്നുള്ള ആരും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെ അങ്ങ് ഷൂട്ട് ചെയ്യുകയും ചെയ്യാണ്. എന്നാൽ പെട്ടെന്ന് ഉടനെ തന്നെ അതിൻ്റെ ഇടയിലോട്ട് ബൈസൺ കയറിയിട്ട് ബേബിനെ തള്ളി മാറ്റുവാണ്. അങ്ങനെ മൊത്തത്തിൽ ഷൂട്ട് ചെയ്തിട്ട് റുക്കറ്റിന് കൊള്ളാതെ അത് മിസ്സാവുകയാണ്. അവിടുത്തെ കറണ്ടും ഒക്കെ പോകുന്നുണ്ട്. ഇതേസമയം അവിടെ നിന്ന് ക്യാപ്റ്റന് ടെഡി ബിയറിൻ്റെ കോസ്റ്റ്യൂമിലുള്ളത് ഫഡേലും ബൈസണുമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ അവിടെ കൂടെ നിന്ന് പോലീസുകാരെടുത്ത് പോയി അവർ പിടിക്കാനായിട്ട് പറയുന്നുണ്ട്. ഇതേ സമയം ബൈസണും ഫഡേലും അവിടെ നിന്ന് ഇറങ്ങി ഓടുവാണ്. അങ്ങനെ അവർ എങ്ങനെയൊക്കെ എസ്കേപ്പ് ആവുന്നുണ്ട്. അങ്ങനെ അവർ തിരിച്ച് കാറി പോകുന്ന ടൈമിന് ഫഡേലാണെങ്കിൽ ബൈസണോട് ദേഷ്യപ്പെട്ടിട്ട് നീ എന്തിനാ അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി? ഞാൻ മര്യാദയ്ക്ക് അയാളെ ഷൂട്ട് ചെയ്യാൻ പോയതല്ലേ, അത് മിസ്സായില്ലേ, ഇനി എന്ത് ചെയ്യുമെന്നാണ് നീ പറയുന്നത്? ഇനി എന്ത് വഴിയാവുള്ള, നീ എന്തിനാ അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങുന്നത്, നീ എന്തിനാ അത് ചെയ്യാൻ പോയെന്ന് ചോദിക്കുകയാണ്. ആ സമയം അത് പിന്നെ ബേബേനെ പിടിച്ച് മാറ്റാനാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഏത് ബേബെ, അത് ഏതാ ചെക്കനെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അത് പിന്നെ കാണിൻ്റെ ബ്രദറാണ് അവൻ, നീ അറിയാണ്ട് അവനെങ്ങനെ ഷൂട്ട് ചെയ്താലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പിടിച്ച് മാറ്റിയെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫഡേലാണെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ ഉന്നം മിസ്സാക്കിയിട്ടുണ്ടോ? ഞാൻ ഷൂട്ടിങ് എപ്പോഴും കറക്റ്റ് ചെയ്യുന്നില്ല, പിന്നെ ഞാൻ എന്തിനാ ഒരു കൊച്ചു കുട്ടീനെ വെടിവെക്കുന്നത്? ഞാൻ അയാളെ കറക്റ്റ് വെടിവെച്ചേനെയല്ലോ, നിനക്ക് എന്തിൻ്റെ കുഴപ്പം? ഇനി അമ്മയുടെ അടുത്ത് പോയിട്ട് ഇത് മിസ്സായെന്ന് ഞാൻ എങ്ങനെ പറയും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ബേബിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ നമ്മുടെ കാണ്ടിൻ്റെയും സ്റ്റൈലിൻ്റെയും കൂടെ നമ്മുടെ കാണ്ടിൻ്റെ വീട്ടിൽ പോകുന്നു. ബേബി വന്നിട്ട് ഇതുപോലെ വെടിവെയ്പ്പ് നടന്നു, എന്നെ പെട്ടെന്ന് ആ ടെഡി ബിയറിൻ്റെ വേഷത്തിട്ട് ആളെ രക്ഷിച്ച്. അതിനുശേഷം അയാളാണെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന മറ്റേ ടെഡി ബിയറിൻ്റെ ഡ്രസ്സിട്ട് ആളോട് ഓടിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ സ്റ്റൈലിനും കാണ്ടിനും കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ബേബി കാര്യം അറിഞ്ഞിടത്തോടെ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം കാണ്ടാണെങ്കിൽ ബേബിയുടെ അടുത്ത് കുറച്ച് കോഫി എടുത്തിട്ട് വരുമെന്ന് വെച്ചിട്ട് അവനെ പറഞ്ഞു വിടാണ്. അവനങ്ങനെ പോയി കഴിയുന്നത് കാണ്ടാണെങ്കിൽ അത് മിക്കവാറും ബൈസണായിരിക്കും ഹെൽപ്പ് ചെയ്യാൻ നോക്കിയത്. എന്തായാലും നമ്മുടെ ഡ്യൂട്ടി ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ക്യാപ്റ്റന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇനി നമ്മൾ ഇതിൻ്റെ ഇടപെടേണ്ട കാര്യമില്ല, എല്ലാം വിട്ടേക്കാനായിട്ട് പറയാണ്. ആ സമയം സ്റ്റൈൽ പക്ഷേ എനിക്ക് ഫഡേലിനെ കാണണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കാണ്ടാണെങ്കിൽ അയ്യോ നീ അത് വിട്, നിനക്ക് അവൻ്റെ കൂടെ ഇരിക്കാൻ പറ്റത്തില്ല, ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, നീ ഇനി വീണ്ടും അവൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, നീ അവനെ മറക്ക്, നീ ഒരിക്കലും ഒരു ഹിറ്റ്മാനെ ഡേറ്റ് ചെയ്തു, അതിൻ്റെ ലൈഫിൽ ഒരു സ്റ്റോറി ആയിട്ട് കിടക്കട്ടെ, ബാക്കിയൊക്കെ വിട്ടേക്കാനായിട്ട് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഫഡേലും ബൈസനും കൂടെ ആയിട്ട് അവരുടെ അമ്മയായിട്ടൊരു ലില്ലിയുടെ അടുത്തും പിന്നെ കീനിൻ്റെ അടുത്ത് സംസാരിക്കുന്നതാണ്. ആ സമയം അമ്മയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മിഷൻ പൊളിച്ചടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, നിങ്ങളിത് സീരിയസ് ആയിട്ട് എടുക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്, എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾക്കാർക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം കീനാണെങ്കിൽ അവിടെ ഇരുന്നുണ്ട് എന്തൊരു പുച്ഛിച്ച ചിരി പോലെ ഇന്ന് ചിരിച്ചിട്ട് മര്യാദയ്ക്കെല്ലാം ശ്രദ്ധിച്ചും കണ്ട് ചെയ്യണമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ദേഷ്യം വന്നിട്ട് ബൈസനാണെങ്കിൽ നിനക്കെന്തറിയാതെ, നീ അവിടെ ഓഫീസിൽ ഇരുന്നിട്ട് കുറേ കാണിക്കുന്നതന്നെ ഉള്ളൂ, എല്ലാം ചെയ്ത് ഞങ്ങളല്ലേ എന്ന് പറയുന്നുണ്ട്. ആട്ടൊരു ഫഡേലാണെങ്കിൽ ബൈസൻ്റെ അടുത്ത് ബൈസൺ മര്യാദയ്ക്ക് ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നിട്ടേനും ബൈസനാണെങ്കിൽ പക്ഷേ പോലീസുകാർ അവിടെ ഉണ്ടാവും ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു, അതൊക്കെ എങ്ങനെ സംഭവിച്ചതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ലില്ലിയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലോസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഇവർ രണ്ടുപേരും തന്നെ സ്റ്റൈലിനെ കുറിച്ചോ കാർഡിനെ കുറിച്ചോ പറയുന്നില്ല. ആരുമില്ല, നമ്മുടെ ബർഗർ കടയിൽ വരുന്ന കസ്റ്റമേഴ്സ്, അവരുടെ മുന്നിൽ നമ്മൾ അഭിനയിച്ചാൽ നിൽക്കുന്നത്, അല്ലാണ്ട് വേറെ ആരും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ലില്ലി ഒരാൾ ഇത് ചെന്ന് പറയാതെ ഒരിക്കലും പോലീസുകാർ അതേ സ്ഥലത്ത് അതേ ടൈമിൽ അവിടെ ഒരിക്കലും ഊഹിച്ചെത്തത്തില്ല, ഇത് ആരോ അറിയിച്ചിട്ടുണ്ട്, എന്തോ സംഭവമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യണം, വച്ചുകൊണ്ടിരിക്കരുത്, ലാസ്റ്റ് പണിയാവും എന്ന് പറയുന്നുണ്ട്. അതും പറഞ്ഞിട്ട് ലില്ലി അവിടെ നടന്നുമാണ്. കീനും അപ്പോൾ ഇവരെ നോക്കി ചിരിച്ചിട്ട് നടന്നു പോകുന്നുണ്ട്. അതിനുശേഷം കാണുന്ന ഫഡേലും ബൈസനും അവരുടെ റൂമിലും അതിന് സംസാരിക്കുന്നതാണ്. ആ സമയം ബൈസൺ നമുക്ക് നമ്മുടെ പാരൻസിൻ്റെ സ്ഥലത്തോട്ട് പോയിട്ട് കുറച്ച് നാൾ അവിടെ ഒളിച്ച് താമസിച്ചാലെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ബൈസനാണെങ്കിൽ ഇത് പറയുന്നത് കേട്ടിട്ട് ഫഡേലൊന്ന് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് ബൈസൻ്റെ അടുത്ത് വേണ്ട, നമുക്ക് തിരിച്ച് റെസ്റ്റോറൻറ്റിലോട്ട് തന്നെ പോകാം, എന്നിട്ടൊന്നും സംഭവിക്കാത്ത പോലെ തന്നെ അഭിനയിക്കാം, എനിക്ക് ഇപ്പോൾ കാർഡിനെയും സ്റ്റൈലിനെയും നല്ല ഡൗട്ടുണ്ടെന്ന് പറയാണ്. ആ സമയം ബൈസൺ അതിന് അവർ പോലീസിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കുന്ന ആൾക്കാരാകാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമുക്കിപ്പോൾ എല്ലാവരും സംശയിച്ചേ പറ്റുള്ളൂ, അവർ നമ്മളോട് ഭയങ്കര ക്ലോസ് അല്ലേ എന്ന് ഫഡേൽ പറയുന്നുണ്ട്. എന്നിട്ട് ബൈസൻ്റെ അടുത്ത് അവരാണെങ്കിൽ ശരിക്കും നമുക്കിട്ട് പണി തന്നെങ്കിൽ നീ അവരെന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. ആ സമയം ബൈസൺ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ കൊന്നു കളയുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് കാർഡും സ്റ്റൈലും കൂടെ ആയിട്ട് ഇവരുടെ ബർഗർ കടയിലേക്ക് വരുന്നതാണ്. എന്നാൽ കട ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ തന്നെ അവരുണ്ടെങ്കിൽ ഈ സ്ഥലം വിട്ട് പോയി കാണുന്ന ഇവർക്കൊരു തോന്നൽ വരുന്നുണ്ട്. അങ്ങനെ അവർ നോക്കുന്ന സമയത്ത് നമ്മുടെ ബൈസൺ എപ്പോഴും എടുത്ത് വെച്ച് കളിപ്പിക്കുന്ന പൂച്ചക്കുട്ടി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കാർഡ് വന്നിട്ട് ഇത് നമ്മുടെ ബൈസൻ്റെ പൂച്ചക്കുട്ടിയാണ്, ഞാനിതിനെ എടുത്ത് വളർത്താൻ പോവുകയാണെന്ന്
ആണെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ കാണ്ടിനും എന്തോ ഈ സംഭവങ്ങളൊന്നും ഇതുവരെ തീർന്നിട്ടില്ല, ഇനിയും കണ്ടിന്യൂഷൻ ഉണ്ടെന്നുള്ളൊരു തോന്നൽ വന്നിട്ട് ആ ഒരു കാര്യം സ്റ്റൈലിനോട് പറയണം. ആ സമയം സ്റ്റൈലും അതെ അതെ, അവരാണെങ്കിൽ അയാളെ കൊന്നില്ലല്ലോ, അവരെ മിഷൻ തീർത്തില്ലല്ലോ, അപ്പോൾ എന്തായാലും തിരിച്ചു വരാനും ചാൻസ് ഉണ്ട്, പിന്നെ അവർ ചിലപ്പോൾ നമ്മുടെ അടുത്തേക്കും തിരിച്ച് വന്നാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം ഇന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ ഒരാഴ്ച മൊത്തം നമ്മുടെ സ്റ്റൈലും കാണ്ടുമല്ലോ ഇവർ രണ്ടുപേരും തിരിച്ച് വരുന്നുണ്ടെന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം സ്റ്റൈൽ ഇവരുടെ ബർഗർ കടയുടെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോൾ നോക്കിയപ്പോൾ കട ഓപ്പണാണ്. അകത്ത് നോക്കി ഫഡയിലുണ്ട്. ഈ ഉടനെ തന്നെ സന്തോഷിച്ചിട്ട് അകത്തേക്ക് കയറി പോയിട്ട് ഫഡയിലിൻ്റെ അടുത്ത് നീ എവിടെയായിരുന്നു, ഇങ്ങനെ എത്ര പ്രാവശ്യം കോൾ ചെയ്ത് എത്ര മെസ്സേജ് അയച്ചു, നീ ഇത് എവിടെ പോയത്, ഞാൻ എന്തുമാത്രം ടെൻഷനായി അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഫഡയിലാണെങ്കിൽ ഞാൻ ഔട്ട് ഓഫ് ടൗൺ ആയിരുന്നു, എന്തായാലും ഞാൻ ഇപ്പോൾ തിരിച്ചു വന്നില്ലേ, പിന്നെ എൻ്റെ ഫോൺ കേടായി അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ ഈ ഒരാഴ്ച ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു, അത്രയ്ക്ക് ഞാൻ ടെൻഷനായി പോയെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഫഡയിൽ ഞാനിപ്പോൾ തിരിച്ചു വന്നില്ലേ, നിനക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കും, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ എന്തോന്നാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ചിലത് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. ആ സമയം ഫഡയിൽ ഇവിടെ വെച്ച് വേണ്ടാന്ന് പറഞ്ഞിട്ട് സ്റ്റൈലിന് കഴിക്കാനായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചൻ്റെ അകത്തേക്ക് കയറി പോവാണ്. അതിനുശേഷം കാണ്ടിനെ കാണിക്കുമ്പോൾ ഇവനിപ്പോൾ ഒറ്റയ്ക്ക് ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ബൈസനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് ബൈസൺ വന്നിട്ട് ഒറ്റയ്ക്ക് വന്ന് ഇത്രയ്ക്ക് ഡ്രിങ്ക് ചെയ്യില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ബൈസനെ കണ്ടിപ്പോൾ ഷോക്കായിട്ട് നീ ഇത്ര ദിവസം എവിടെയായിരുന്നു, ഞാൻ എന്തുമാത്രം കോൾ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ബൈസൺ ഫഡയിലായിട്ട് ഔട്ട് ഓഫ് ടൗൺ ആയിരുന്നു, അതുകൊണ്ടാണ് കോൾ ചെയ്യാൻ പറ്റത്തില്ല, ഇപ്പം ഞാൻ തിരിച്ചു വന്നില്ലേ, പക്ഷേ എനിക്കിതൊരു വർക്കുണ്ട്, അത് കഴിയണത്തെ എനിക്ക് നീയുമായിട്ട് വരാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുവാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബൈസനാണെങ്കിൽ കാണ്ടുമായിട്ട് എന്തോ ഒത്തിരി ക്ലോസ് ആവാൻ നിൽക്കുന്നില്ല, പെട്ടെന്ന് ബായ് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ അവൻ നമ്മുടെ ക്യാപ്റ്റൻ കോൾ ചെയ്യുകയാണ് കാണ്ടിനെ. പക്ഷേ ക്യാപ്റ്റനെ ആ ഒരു പേരിൽ സേവ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ബൈസന് ഡൗട്ട് തോന്നത്തില്ല. പക്ഷേ നമ്മുടെ കാണ്ട് കോൾ എടുക്കുന്നില്ല, കട്ട് ചെയ്യാണ്. ആ സമയം ബൈസൺ കോൾ എടുക്കാൻ പറഞ്ഞപ്പോൾ വേണ്ട, എപ്പോഴും ടാറ്റോ എടുക്കണമെന്ന് പറഞ്ഞു വരുന്ന ഒരാളാണെങ്കിൽ എനിക്ക് അയാളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയാണ്. അതിനുശേഷം ബൈസൺ ഞാനാണെങ്കിൽ ഫഡയിലിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവാണ്, കുറച്ച് വർക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ബായ് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കാണ്ടാണെങ്കിൽ ക്യാപ്റ്റൻ്റെ കോൾ എടുത്ത് നോക്കുന്നുണ്ട്. അതിനുശേഷം സ്റ്റൈലിനെയും ഫഡയിലിനെയും കാണിക്കുമ്പോൾ നമ്മുടെ സ്റ്റൈൽ ഇപ്പോൾ ഫഡയിലിനെ കടയിൽ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ഫഡയിലിനെ ബൈസൺ കോൾ ചെയ്യാണ്. അങ്ങനെ ഫഡയിൽ കടയിൻ്റെ പുറത്തിറങ്ങി സംസാരിക്കുന്ന ടൈമിന് ബൈസൺ എന്തോ അവനോട് പറയുന്നുണ്ട്. അതായിട്ട് ഇവ ഷോക്കായിട്ട് കടയ്ക്കകത്തിരിക്കുന്ന സ്റ്റൈലിനെ നോക്കുവാണ്. അതിനുശേഷം എന്തോ ഒരു എക്സ്പ്രഷൻ ഇല്ലാത്ത രീതിയിൽ ഇവൻ കടയ്ക്കകത്തോട്ട് കയറിപ്പോയിട്ട് പാട്ടൊക്കെ ഇട്ട് കുറച്ച് റൊമാൻറ്റിക് ആവുകയാണ് സ്റ്റൈലുമായിട്ട്. അങ്ങനെ സ്റ്റൈലിൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നിട്ട് എന്തോ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്ത് തുടങ്ങി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കിസ് ചെയ്യുകയാണ്. അതിനുശേഷം അവർ ഹഗ് ചെയ്തിരിക്കുന്ന ടൈമിന് എന്തുകൊണ്ടോ ഫഡയിൽ ചെറുതായിട്ട് ഇമോഷണലായിട്ടാണ് നിൽക്കുന്നത്. ആ സമയമാണ് നമ്മളെ കേൾപ്പിക്കുന്നത്. അതായത് നേരത്തെ ബൈസൺ കോൾ ചെയ്തപ്പോൾ ഫഡയിലിൻ്റെ അടുത്ത് പറഞ്ഞത് മറ്റൊന്നുമല്ല, കാണ്ടും സ്റ്റൈലും തന്നെയാണ് പോലീസിനെ അറിയിച്ച ഇൻഫർമൻസ്, അവർ തന്നെയാണ് പോലീസിൻ്റെ ആൾക്കാരെന്ന് പറയാണ്. അങ്ങനെ ആ ഒരു സത്യം മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ഫഡയിൽ സ്റ്റൈലിനെ ഹഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം ബൈസനെ കാണിക്കുമ്പോൾ നേരത്തെ ബൈസനാണെങ്കിൽ നമ്മുടെ കാണ്ടിൻ്റെ അടുത്ത് ബായ് എന്നും പറഞ്ഞ് പോയെങ്കിലും പോയിട്ടുണ്ടായിരുന്നില്ല, അവൻ കാണ്ടിനെ ഫോളോ ചെയ്യായിരുന്നു. എന്നാൽ ഇത് മനസ്സിലാക്കാതെ നമ്മുടെ ക്യാപ്റ്റൻ പറഞ്ഞതനുസരിച്ച് ക്യാപ്റ്റനും കാണ്ടും തമ്മിൽ മീറ്റ് ചെയ്തായിരുന്നു. അങ്ങനെ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ബൈസണ് കാര്യങ്ങളെല്ലാം മനസ്സിലാവാണ്. ആ സമയം ബൈസനാണെങ്കിൽ നമ്മുടെ കാണ്ട് അവന് ഒരിക്കലും വിട്ടുപോയില്ല, കൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രോമിസ് കൊടുത്ത സംഭവങ്ങളെല്ലാം ഇവൻ്റെ മൈൻഡിൽ ഇങ്ങനെ വരുവാണ്. അതുപോലെ തന്നെ വല്ലാണ്ട് ഇമോഷണൽ ആവുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഇപ്പോൾ സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ്. അങ്ങനെ അതും കാണിച്ച് ഈ ഒരു എപ്പിസോഡൂടെ എൻ്റെ ആവാണ്. ഇനി എന്താകുമെന്നൊന്നും അറിയത്തില്ല, മിക്കവാറും ഇവർ ഹിറ്റ്മാൻ ആയതുകൊണ്ട് തന്നെ വെറുതെ വിടാൻ ചാൻസ് ഇല്ല, എന്തെങ്കിലുമൊക്കെ റിവെഞ്ച് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇനി ലവ് കാരണം ഇവരെ വെറുതെ വിടുമോ, അതോ ലവൊക്കെ മറന്ന് റിവെഞ്ച് ചെയ്യുമോ, അല്ലെങ്കിൽ ഇവർ നാലും ഒരു ടീമാവോ, ഒന്നും അറിയത്തില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് വരും എപ്പിസോഡിൽ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ.